ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവ് സാധിച്ചു തരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ പ്രത്യേകമായ കാര്യങ്ങൾ, ഇന്ന് നിങ്ങൾക്ക് നേടി കിട്ടേണ്ടതായ ആവശ്യങ്ങൾ, ഇവ ദൈവ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ കേൾക്കാൻ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളെ അറിയുന്ന ദൈവം, നിങ്ങളെ സഹായിക്കുന്ന ദൈവം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അത് കേൾക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും കർത്താവ് അറിയുന്നു, അത് കേൾക്കുന്നു. ഇന്ന് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവ തിരുമുൻപിൽ നിന്നും അനന്തമായ നന്മകളെ സ്വീകരിക്കുവാൻ നമുക്ക് ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 54 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, നിർദ്ദയർ എന്നെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. ഇതാ, ദൈവമാണ് എൻ്റെ സഹായകൻ, കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും. അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ നീ ശക്തമായി ഇടപെടണമേ. നിന്റെ കാരുണ്യം ഒഴുക്കി ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നീ ഇന്ന് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ ഇവർ നിന്നോട് ആവശ്യപ്പെടുന്ന അവരുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഒരു വലിയ അത്ഭുതം പോലെ അത് നടക്കട്ടെ. ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത അനുഗ്രഹങ്ങളെ ഇന്ന് ദർശിക്കുവാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ ലോകം മുഴുവനും നിന്റെ നാമം മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ദൈവം സാധിച്ചു തന്നു എന്ന് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടവരുത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം എൻ്റെ കർത്താവ് നൽകി എന്ന് ഈ ലോകത്തിലുള്ള എല്ലാവരും സാക്ഷ്യം പറയുന്നതിന് ദൈവമേ, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥനയിലൂടെ നിന്നോട് ചോദിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, നിന്റെ സഹായവും നിന്റെ കാരുണ്യവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും ദൈവ സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും ദൈവമേ, നീ ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികൾ, കേൾക്കാൻ പോകുന്ന വ്യക്തികൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം ഉന്നത വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ജീവിത സാക്ഷ്യം നൽകുന്നതിന് നീ ഇടവരുത്തണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതം നിനക്ക് സാക്ഷ്യമായി മാറാൻ ഇന്നു മുതൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ചാനലിൽ കൂടി
ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലും കൂടി ഈ മക്കൾ നിന്നോട് ആവശ്യപ്പെട്ട അവരുടെ നിയോഗങ്ങളെ ഇന്ന് നീ കരുണ തോന്നി അവർക്കത് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേൾക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്യുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഉദ്യമങ്ങളെ അവിടുന്ന് സാധിച്ചു തരട്ടെ. ഇന്ന് എല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.